ഹലോ സുഹൃത്തെ, നമ്മളൊക്കെ ഒരു മാസം മൊത്തം ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിനകത്തുള്ളത് സാലറി ഡേറ്റ് ആയിരിക്കും. എപ്പോഴാണ് നമുക്ക് അടുത്ത സാലറി കിട്ടുമെന്നായിരിക്കും നമ്മുടെ പ്രതീക്ഷ. സാലറി കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ ഹാപ്പിനെസ് നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ മാക്സിമം പീപ്പിൾക്ക് നോ എന്നായിരിക്കും ആൻസർ. കാരണം ഒരു മാസം കഷ്ടപ്പെട്ട പൈസ ഒരു ദിവസം തന്നെ ചിലവായി പോകും. നമ്മളൊക്കെ മരണപ്പണിയെടുത്ത് ക്യാഷ് ഉണ്ടാക്കാൻ ഭയങ്കര കേമന്മാരാണ്. ക്യാഷ് ചേർത്ത് വയ്ക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അതിനൊരു എഗനസ്റ്റാ നിൽക്കുന്ന എനിമിയാണ് നമ്മുടെ എക്സ്പെൻസ്. എഗനസ്റ്റാ നിൽക്കുന്ന എക്സ്പെൻസിനെ കുറയ്ക്കാൻ വേണ്ടി ഞാൻ ചില മണി സേവിങ് ടിപ്സ് പറയാം, നിങ്ങളുടെ സാലറിയെ സേവ് ചെയ്യാൻ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. വേ നമ്പർ 1, പേ വിത്ത് ക്യാഷ്. നമ്മളൊക്കെ UPI ട്രാൻസാക്ഷനാണ് ഇപ്പോൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. സാലറി ബാങ്കിൽ വീണ ഉടനെ കടയ്ക്ക് പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തതിൻ്റെ ശേഷം GPay, ഫോൺപേ, Paytm പോലുള്ള UPI ആപ്സ് വഴിയാണ് നമ്മൾ പൈസ ട്രാൻസാക്ഷൻ ചെയ്യും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പൈസയുടെ മൂല്യം ഫീൽ ചെയ്യാതെ കണ്ടവാനും ചിലവ് ചെയ്യും. എൻ്റെ ലൈഫിൽ നടന്നൊരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഞാനും എൻ്റെ സുഹൃത്തും ചില സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോയി. ഞാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ലിക്വിഡായിട്ടാണ് എൻ്റെ കയ്യിൽ ക്യാഷ് ഇരുന്നത്. എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ അവൻ്റെ ബാങ്കിലാണ് മൊത്ത പൈസയും. അതുകൊണ്ട് 1 രൂപയും കയ്യിലെടുക്കാതെ ഫോണുമായിട്ടാണ് വന്നത്. ഞാൻ എൻ്റെ പൈസയെ 3 കാറ്റഗറിയായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ച്. ഞാൻ വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങൾ 1000 രൂപ വില വരുന്ന 3 സാധനങ്ങളാണ് വാങ്ങിക്കാൻ പോകുന്നത്. അതുകൊണ്ട് 3000 രൂപ അതിനു വേണ്ടി മാറ്റിവെച്ചു. ഇനി ഒരു 1000 രൂപ പോയിട്ട് വരുന്ന ചിലവിന് വേണ്ടി തനിயாக മാറ്റിവെച്ചു. മൂന്നാമത്തെ പൈസ എക്സ്ട്രാ എന്തെങ്കിലും ചിലവ് വന്നാൽ അത് വാങ്ങിക്കാൻ വേണ്ടി 2000 രൂപ അതിനു വേണ്ടി മാറ്റിവെച്ചു. എൻ്റെ കയ്യിലുള്ള മൊത്തം എമൗണ്ടും 6000 രൂപയാണ്. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് പൈസ ഡിവൈഡ് ചെയ്ത് വെച്ചിരുന്നത്. 2000 രൂപ എൻ്റെ മൈൻഡിലില്ലാത്തത് കൊണ്ട് 4000 രൂപയ്ക്കകത്താണ് എൻ്റെ ചിലവ് മൊത്തം. പർച്ചേസൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കും സുഹൃത്തിനും ചിലവായ പൈസ, സുഹൃത്തിന് 8000 രൂപയും എനിക്ക് 3800 രൂപയാണ് ചിലവായത്. അവൻ്റെ ബാങ്ക് ബാലൻസിലിരുന്ന മൊത്ത പൈസയും ചിലവ് ചെയ്തു. ഇങ്ങനെ ഞങ്ങൾ ചിലവ് ചെയ്ത പൈസയുടെ കണക്ക് ടു ബി ഡിഫറൻ്റ് ആയിരുന്നു. എൻ്റെ കയ്യിലുള്ള ക്യാഷ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് അനാവശ്യമായ ചിലവ് ചെയ്യാൻ പോയില്ല. നേരെ മറിച്ച് സുഹൃത്തിന് ബാങ്കിൽ ക്യാഷ് കിടക്കുന്നത് കൊണ്ട് കാണുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ തുടങ്ങി. നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് ഇരിക്കുന്നത് കൊണ്ട് അനാവശ്യമായ ചിലവിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ബാങ്ക് ട്രാൻസാക്ഷൻ അവോയ്ഡ് ചെയ്ത് കയ്യിലിരുന്ന് ചിലവ് ചെയ്താൽ മാക്സിമം 5%-ലിരുന്ന് 15% വരേക്കും മണി സേവ് ചെയ്യാൻ പറ്റും. വേ നമ്പർ 2, തിങ്ക് ബിഫോർ ബൈയിങ്. നമ്മളൊക്കെ ഒരു തിങ്സ് വാങ്ങിച്ചതിന് ശേഷം പല പ്രാവശ്യം ഇരുന്ന് ഓർക്കും, എന്തിനാണ് ഇത് നമ്മൾ വാങ്ങിച്ചത്, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, ഈ സാധനം ഇപ്പോൾ വാങ്ങിക്കണമായിരുന്നോ എന്ന് പറഞ്ഞ് പല പ്രാവശ്യം ഇരുന്ന് നമ്മൾ ചിന്തിക്കും. ഓരോ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ചിന്തിക്കുന്നതിനെക്കാട്ടിലും വാങ്ങിക്കുന്നതിൻ്റെ മുമ്പ് ചിന്തിക്കുന്നതാണ് നല്ലത്. ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് മുൻപേ പല പ്രാവശ്യം നമ്മളെ തന്നെ നമ്മൾ ചോദ്യം ചോദിക്കുക, എനിക്കിത് വേണോ, എനിക്കിതിൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ, ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചാൽ പിന്നീട് ഫൈനാൻസിന് ഇടിവ് വരുമോ, ഇങ്ങനെ പല ചോദ്യങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ ചോദിക്കുക. എപ്പോഴും മാർക്കറ്റിൽ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാനാണ് അവർ ട്രൈ ചെയ്യിപ്പിക്കുന്നത്. നമ്മളെ തന്നെ ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് മാക്സിമം അനാവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. വേ നമ്പർ 3, നെഗോഷ്യബിൾ. നമ്മൾ ഏത് സാധനവും മാർക്കറ്റിൽ പോയി വാങ്ങിച്ചാലും നെഗോഷ്യബിൾ ചോദിക്കാൻ പഠിക്കണം. നമ്മളിലും പല ആൾക്കാർക്ക് മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വിൽക്കുന്നവരെ കുറിച്ച് ചിന്തിക്കും. പുള്ളിക്കാരന് ലാഭം കിട്ടുമോയെന്ന് പുള്ളിക്കാരൻ്റെ വ്യൂവിലിരുന്ന് നോക്കും. കടയിലുള്ളവർ ഏത് റേറ്റ് പറയുന്നോ ആ പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് വരും. അവിടെ വില പേശി വാങ്ങിച്ചെങ്കിൽ 10% എങ്കിലും പൈസ സേവായി കിട്ടും. അതേപോലെ ഒരു സാധനം വാങ്ങിക്കുന്നെങ്കിൽ 4-5 കടയിൽ കയറി അതിൻ്റെ റേറ്റ് എന്താണ് അന്വേഷിക്കുക. ഇങ്ങനെ അന്വേഷിച്ച് വില പേശി വാങ്ങിക്കുന്നത് കൊണ്ട് നമ്മൾ ബജറ്റ് വെച്ച പൈസയിലിരുന്ന് 10% എങ്കിലും പൈസ സേവായി കിട്ടും. വേ 4, ബൈ ഇൻ ബൾക്ക്. നമ്മുടെ വീട്ടിൽ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ബൾക്കായി വാങ്ങിക്കാൻ ട്രൈ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയാം. ഒരു സോപ്പ് ഡസൻ വാങ്ങിക്കുമെങ്കിൽ 10 സോപ്പിൻ്റെ ക്യാഷ് കൊടുക്കുന്നതിൻ്റെ അടുത്ത് 9 സോപ്പിൻ്റെ ക്യാഷ് കൊടുത്താൽ മതി. ഇങ്ങനെ ഹോൾസെയിൽ കടയിൽ നിന്ന് ബൾക്കായി വാങ്ങുമ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ നിന്ന് കിട്ടും. ഇങ്ങനെ പലരി സാധനങ്ങൾ, റീചാർജ്, സ്കൂൾ ഫീസ്, ഗോൾഡ്, ഇങ്ങനെ പല സാധനങ്ങൾ ബൾക്കായിട്ട് വാങ്ങുമ്പോൾ റേറ്റ് കുറച്ച് കിട്ടും.
വേ നമ്പർ 5, യൂസ് കൂപ്പൺസ് ആൻഡ് ഓഫേഴ്സ്. പല ആൾക്കാരും കൂപ്പൺസ് യൂസ് ചെയ്യാറില്ല. ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് മാനായ ബിൽഗേറ്റ്സും വാറൻ ബഫറ്റും മെക്ഡൊണാൾഡ് ലഞ്ച് കഴിക്കാൻ പോയപ്പോൾ വാറൻ ബഫറ്റ് ക്യാഷ് കൊടുക്കാതെ പുള്ളിയുടെ കയ്യിലുള്ള കൂപ്പൺസ് കൊടുത്തിട്ട് വന്ന്. ലോകത്തിലെ പണക്കാർ കൂപ്പൺസ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോലെ മണി സേവ് ചെയ്യാൻ വേണ്ടി കൂപ്പൺസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവും വരില്ല. കഴിഞ്ഞ വേയിൽ പറഞ്ഞതുപോലെ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നിറയെ കൂപ്പൺസ് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന കൂപ്പൺസ് യൂസ് ചെയ്യുമ്പോൾ 2%-ലിരുന്ന് 5% വരയ്ക്കും മണി സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഓഫേഴ്സിൽ പുതിയ ഡ്രസ്സ് എടുക്കാൻ നോക്കുക. ഓണം, ക്രിസ്മസ് ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽ ടൈമിൽ പർച്ചേസ് ചെയ്യുമ്പോൾ 50% ഓഫറിൽ നിറയെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. വേ നമ്പർ 6, ബൈയിങ് ബ്രാൻഡ് പ്രൊഡക്ട്സ്, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ബ്രാൻഡ് തിങ്സ് വാങ്ങിക്കുന്നത് കൊണ്ട് അഡ്വാൻറ്റേജ് പറയാം. ബ്രാൻഡ് വാങ്ങിക്കുന്നത് കൊണ്ട് ലോങ് ലൈഫ് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ചൈന മോഡൽ ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിക്കുമെങ്കിൽ 4 to 5 months യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റിപ്പയർ ആയാൽ നോ വാറണ്ടി ഗ്യാരണ്ടി. ഇത് തന്നെ ബ്രാൻഡ് കമ്പനി സ്പീക്കേഴ്സ് വാങ്ങിക്കുമ്പോൾ റിപ്പയർ ആയാലും വാറണ്ടി ക്ലെയിം ചെയ്യാം, ലോങ് ലൈഫ് കിട്ടും. ഇങ്ങനെ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് വാങ്ങിക്കാം. ബ്രാൻഡ്സ് പ്രൊഡക്റ്റിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയാം. ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ബ്രാൻഡ് സാധനങ്ങൾ വാങ്ങിച്ച് മണി വേസ്റ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഐഫോൺ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇല്ലാത്ത പൈസ കൊടുത്ത് വാങ്ങിക്കും. പക്ഷേ അതിനെക്കാട്ടിലും വില കുറച്ച് വേറെ ബ്രാൻഡിൽ നിറയെ ഫോൺസ് കിട്ടും. നമ്മളും ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി വാങ്ങിക്കും. ഇങ്ങനെ കാണിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നത് അവോയ്ഡ് ചെയ്തിട്ട് മുൻപേ പറഞ്ഞതുപോലെ നമുക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് അനലൈസ് ചെയ്തിട്ട് കുറഞ്ഞ പൈസയ്ക്ക് നല്ല സാധനം വാങ്ങിക്കാൻ നോക്കുക. വേ നമ്പർ 7, ബൈ സെക്കൻഡ് ഹാൻഡ് തിങ്സ്. നമുക്കൊരു വിഷയം പഠിക്കുവാൻ വേണ്ടി സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങിച്ച് പഠിക്കുന്നത് നല്ലതാണ്. ബൈക്ക്, കാറൊക്കെ പഠിക്കുവാൻ വേണ്ടി സെക്കൻഡ് ഹാൻഡ് വാങ്ങാം. പുതിയ ഓഫീസ് തുടങ്ങിയെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ടേബിൾ, ചെയർ ഇതൊക്കെ വാങ്ങാം. എഡിറ്റിങ്ങിന് വേണ്ടി സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് വാങ്ങാം. ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്നത് കൊണ്ട് പുതിയത് വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് നശിക്കാതെ ലോങ് ടൈം യൂസ് ചെയ്യാം. പറഞ്ഞിരിക്കുന്ന വേസ് ഫോളോ ചെയ്താൽ നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് മാനേജ് ചെയ്തുകൊണ്ട് മണി സേവ് ചെയ്യാൻ പറ്റും. ഇനിയും സേവ് ചെയ്യാൻ നിറയെ വഴികളുണ്ട്. കമ്മിങ് വീഡിയോസിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.